ശാന്തമായിരിക്കാം. സങ്കീർത്തന പുസ്തകത്തിന്റെ 63-ാം അധ്യായം 8-ാം തിരുവചനം. സങ്കീർത്തനം 63:8 ദൈവവചനം ഇങ്ങനെ പറയുന്നു: എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. പ്രിയരെ ശ്രദ്ധിക്കുക, സങ്കീർത്തകൻ പറഞ്ഞത് ഇതാ, എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങിയിരിക്കുന്നു. നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് എവിടെ ഇരിക്കണമെന്നാ സങ്കീർത്തകൻ പറഞ്ഞത്. ഇതാ നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് തമ്പുരാനോട് ഒട്ടിച്ചേർന്നിരിക്കണം. പ്രിയരേ, ഈശോയുടെ മുമ്പിലിരിക്കണം. നോക്കിക്കോണേ നമ്മുടെ ഹൃദയം എവിടെയാണ്, നോക്കിക്കോണേ നമ്മുടെ ആത്മാവ് എവിടെയാണ്. കർത്താവ് ഒരു വചനം വളരെ സത്യമായി നമ്മളോട് പറഞ്ഞു: നിന്റെ ഹൃദയത്തിൽ അധരം സംസാരിക്കും. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കും. നീ സംസാരിക്കുമ്പോൾ നിന്റെ ഹൃദയം എവിടെയാണെന്ന് അപ്പുറത്ത് നിൽക്കുന്നവനറിയാം. നീ സംസാരിക്കുമ്പോൾ നിന്റെ ഹൃദയം എവിടെയാണെന്ന് നിന്റെ ദൈവത്തിനറിയാം. നീ സംസാരിക്കുമ്പോൾ നിന്റെ ആത്മാവ് എവിടെയാണെന്ന് ദൈവം അറിയുന്നു. നീ സംസാരിക്കുമ്പോൾ നിന്റെ ആത്മാവ് എവിടെയാണെന്ന് മറ്റുള്ളവരും അറിയും. എന്തേ? ഹൃദയം എവിടെയാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഹൃദയം വീട്ടിലാണെങ്കിൽ വീട്ടുകാര്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയം ജോലി സ്ഥലത്താണ് ജോലി കാര്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയം ആരിലെങ്കിലും കൊടുത്തേക്കുവാണെങ്കിൽ അവരുടെ കാര്യം മുഴുവൻ ഇങ്ങനെ വാദോരാതെ രാത്രി മുഴുവൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഹൃദയം എവിടെയാണോ അവിടത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, പറഞ്ഞാൽ തീരുന്നില്ല. ഹൃദയം ഇരിക്കുന്നിടത്തെ കുറിച്ച് വർണ്ണിക്കുകയും ഹൃദയം ഇരിക്കുന്നിടത്തെ കുറിച്ച് പറഞ്ഞ് നടക്കാൻ ഇഷ്ടമാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നീ നോക്ക്, നിന്റെ ഹൃദയം എവിടെയാ, നിന്റെ ആത്മാവ് എവിടെയാ? നിന്റെ ആത്മാവ് ഈശോയോട് ഒട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം ഈശോയിലാണെങ്കിൽ ഈശോയെ കുറിച്ച് നീ ആനന്ദിക്കും, ഈശോയെ കുറിച്ച് നീ ആഹ്ലാദിക്കും. നിന്റെ വീട്ടിലെ പ്രാർത്ഥനകള് നീ ശക്തമായി നടത്തും. ഒരിക്കലും പ്രാർത്ഥന നിൽക്കാൻ നീ അനുവദിക്കുകയില്ല. ഒരിക്കലും വചനം വായിക്കാതിരിക്കാൻ നിനക്ക് പറ്റുകയില്ല. എന്റെ ആത്മാവ് ക്രിസ്തുവിനാണെങ്കിൽ ക്രിസ്തുവിനാനന്ദിച്ച് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ആത്മാവ് ക്രിസ്തുവിനാണെങ്കിൽ ക്രിസ്തുവിനാനന്ദിച്ച് ഞാൻ വചനം വായിക്കും. എന്റെ ആത്മാവ്